ശബരിമല യുവതീ പ്രവേശനം അനുവദിച്ചുകൊണ്ടുള്ള സുപ്രീം കോടതി വിധി വന്നപ്പോൾ അതിനെ അനുകൂലിക്കുന്ന സമീപനമാണ് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് സ്വീകരിച്ചത്. എന്നാൽ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി നേരിട്ടതോടെയാണ് ആ നിലപാടിൽ നിന്ന് പിന്നോട്ടു പോകാൻ CPIM നിർബന്ധിതമായത്. ഇപ്പോൾ സുപ്രീം കോടതി സർക്കാരിന്റെ അഭിപ്രായം ഈ യുവതീ പ്രവേശന വിധി പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ള ആ ഹർജിയിൽ മേൽ ഒരു സർക്കാർ നിലപാട് ആരായുമ്പോൾ എന്ത് നിലപാട് സ്വീകരിക്കണമെന്നതിനെപ്പറ്റിയുള്ള ആലോചനയാണ് ഇന്നത്തെ CPIMന്റെ സംസ്ഥാന സെക്രട്ടറി യോഗത്തിൽ നടന്നത്. ഇവിടെ ലിംഗസമത്വത്തിന് എതിരായ ഒരു സമീപനം എടുക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് കഴിയില്ല. എന്നാൽ വിശ്വാസവുമായി ബന്ധപ്പെട്ട പ്രശ്നമായതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ പാർട്ടിയുടെ ഒരു കടുംപിടുത്തമായി മുന്നോട്ട് പോയാൽ അത് രാഷ്ട്രീയമായി തിരിച്ചടിക്കും എന്നും CPIMന് അറിയാം. അതുകൊണ്ട് തന്നെ ഒരു പുരോഗമനമായ വീക്ഷണകോണിൽ നിന്നുകൊണ്ട് തന്നെ ഈ വിശ്വാസപരമായ കാര്യങ്ങളോട് അനുകൂലമായി പ്രതികരിക്കുന്ന ഒരു സമീപനമാണ് CPIM സ്വീകരിച്ചിരിക്കുന്നത്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട ഒരു സത്യവാങ്മൂലത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ നിയമമന്ത്രി ചൂണ്ടിക്കാണിച്ചത് ഇതായിരുന്നു: ഹിന്ദുമത വിശ്വാസത്തിൽ ആഴത്തിൽ പാണ്ഡിത്യമുള്ള ആളുകളും അഴിമതിരഹിതരായ സാമൂഹ്യ പരിഷ്കർത്താക്കളും അടങ്ങുന്ന കമ്മീഷനെ നിയോഗിച്ച് അവരുടെ അഭിപ്രായത്തിന് പരിഗണന കൊടുക്കേണ്ടത് വിശ്വാസ സമൂഹത്തിന്റെ ആവശ്യമാണ്. സാമൂഹ്യ പരിഷ്കർത്താക്കളുടെയും വിശ്വാസ സമൂഹത്തിന്റെയും താല്പര്യങ്ങൾ ബാലൻസ് ചെയ്തുകൊണ്ടുള്ള ഒരു നിലപാട് ഇക്കാര്യത്തിൽ വേണം. അതായത് ഈ ശബരിമലയിൽ യുവതികളെ പ്രവേശിപ്പിക്കണമോ വേണ്ടയോ എന്ന കാര്യത്തിലൊരു തീരുമാനം അത് കേവലം ഭരണഘടനാ പ്രശ്നമോ നിയമപരമായ പ്രശ്നങ്ങളോ മാത്രമായി കാണാൻ കഴിയില്ല. അതൊരു സാമൂഹ്യ പ്രശ്നം കൂടിയായി വരുന്നതുകൊണ്ട് എല്ലാ വിഭാഗവുമായി ആലോചിച്ച് ഒരു തീരുമാനത്തിലെത്തണം. അങ്ങനെയാണ് പണ്ഡിതരും സാമൂഹ്യ പരിഷ്കർത്താക്കളും ഉൾപ്പെട്ട ഒരു സമിതിയുമായി ആലോചിക്കണമെന്നൊരു നിലയിലേക്ക് CPIM വരുന്നത്. അതുകൊണ്ടാണ് അത് പൊതിഞ്ഞാണ് അതാണ് തങ്ങൾ മറ്റെല്ലാവരുമായി ആലോചിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് MV ഗോവിന്ദൻ അർത്ഥമാക്കിയത്. നേരത്തെ സർക്കാർ നൽകിയ സത്യവാങ്മൂലത്തിലും അത്തരം ചില പരാമർശങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു സമീപനം എടുക്കുന്നത്. എന്തായാലും വിശ്വാസ സംരക്ഷണത്തിന് അനുകൂലമായൊരു സമീപനത്തിലേക്ക് ആചാര സംരക്ഷണത്തിന് അനുകൂലമായ ഒരു സമീപനത്തിലേക്ക് വരുന്നു. നേരത്തെ പ്രഖ്യാപിച്ചതുപോലെ യുവതി പ്രവേശനത്തെ യുവതി പ്രവേശനത്തിനെ എതിർക്കുന്നവരെ നഖശികാന്തം തള്ളുന്ന ഒരു സമീപനം ഇപ്പോൾ CPIMനില്ല. യുവതി പ്രവേശനത്തോട് അനുകൂലമായ സമീപനത്തിലേക്ക് CPIM വരികയാണ്. എന്നാൽ അപ്പോഴും പാർട്ടിയുടെ ഒരു പുരോഗമന വീക്ഷണത്തിന്റെ മറവിലാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. ശ്രീത്, അത് തന്നെയാണ് ഇപ്പോൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ തന്നെ ആ രീതിയിലുള്ള നിലപാടെടുത്ത ഒരു പാർട്ടി ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിന്റെ പടിവാതിൽക്കൽ ഇനി അത് ഏത് രീതിയിലാണ് ഈ പ്രവർത്തകരെയും ജനങ്ങളെയും ഒക്കെ പറഞ്ഞു ബോധ്യപ്പെടുത്തുക, അതിനായി എന്തെങ്കിലും രീതിയിലുള്ള പ്ലാൻ ആസൂത്രണങ്ങൾ പാർട്ടിയിൽ CPIM നടക്കുന്നുണ്ടോ? പ്രജിൻ, ഇന്ന് വൈകുന്നേരം 5 മണിക്ക് ചേരുന്ന മന്ത്രിസഭാ യോഗമാണ് ഈ യുവതി പ്രവേശന കാര്യത്തിലെ സർക്കാർ നിലപാട് എന്താണെന്ന കാര്യത്തിൽ തീരുമാനിക്കേണ്ടത്. നയരൂപീകരണ വേദി എന്ന നിലയിലാണ് CPIMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റും LDFനകത്തെ ആശയവിനിമയമൊക്കെ ഈ കാര്യത്തിൽ നടക്കുന്നത്. എന്നാൽ സർക്കാർ സ്വീകരിക്കുന്ന സമീപനം എന്താണെന്ന് സംബന്ധിച്ച് CPIMന്റെയും LDFന്റെയും നിർദ്ദേശത്തെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും ഇന്ന് ചേരുന്ന മന്ത്രിസഭാ യോഗം തീരുമാനമെടുക്കുക.